ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അൽഫഹമാണ്. ഓവനോ ഗ്രില്ലോ ഒന്നുമില്ലാതെ തന്നെ ഫ്രൈങ് പാനിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ അൽഫഹമാണ് ഇന്ന് കാണിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുവയ്ക്കാലോ. അൽഫഹം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അടുപ്പിച്ച് വരഞ്ഞു വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് അതിനുള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. കട്ട തൈര് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 മുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് മാരിനേഷനാണ്. ഇനി നമുക്ക് ഒരു മാരിനേഷൻ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഇത് ഏകദേശം 15 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത മാരിനേഷനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് ഞാൻ 1.5 സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. 1/2 സ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3-4 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. അതുപോലെ 2-3 കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ മസാലയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യം കൂടെ അരച്ചെടുക്കാനുണ്ട്. പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുക്കാം, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയില എടുക്കുമ്പോൾ ഒരു പിടി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. നമ്മുടെ കൈക്ക് ഒരു പിടി തന്നെ എടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ, വെള്ളം ചേർക്കാതെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫസ്റ്റ് മാരിനേഷൻ ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് 10 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് വയ്ക്കുന്നത്. ഞാനിവിടെ വൈകിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അൽഫഹം തയ്യാറാക്കുന്നത്. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ സമയം ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ തലേദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പോൾ 1/2 മണിക്കൂറായി ഞാനിത് മാറ്റി വെച്ചിട്ട്. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിരിപ്പുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓവനോ ഗ്രില്ലോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ചിക്കൻ തയ്യാറാക്കുന്നത്. അതും സാധാരണ ഫ്രൈങ് പാനിലാണ് തയ്യാറാക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാനിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് 2 സ്പൂൺ ഓയിലെങ്കിലും ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ഗ്രില്ല് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ മസാലയൊക്കെ ഓയിലൊന്ന് പരന്നു പോകും. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്. ഇപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു സൈഡ് 15-20 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തൊന്ന് എടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അൽഫഹം നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പണി തീർന്നിട്ടില്ല. ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇതൊന്ന് പുകയ്ക്കണം നമുക്ക്. ഇതിന് സ്മോക്കി സ്മെല്ല് കൊടുത്താൽ മാത്രമേ ആ ഗ്രിൽഡ് ചിക്കൻ്റെ ആ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം ഈ ചിക്കൻ്റെ ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരട്ടക്കരിയാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി എല്ലാ ഓയിലും എടുക്കാവുന്നതാണ്. ഇനി ഈ കനലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ ഇരിക്കുക. കഴിയുന്നത് ഈ പുക ഈ പാത്രത്തിനുള്ളിൽ തന്നെ നിൽക്കാൻ നോക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അൽഫഹത്തിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ചാർക്കോളൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അൽഫഹത്തിൻ്റെ അതേ ടേസ്റ്റിലുള്ള അൽഫഹം തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.